Today we can discuss about the last topic of module 1, methods of social psychology. What are the different research methods in social psychology? That is the topic. Psychology has developed a wide variety of research instruments to conduct investigations on human behavior and mental processes. സൈക്കോളജിയിൽ ഒത്തിരി മെത്തേഡ്സുകൾ റിസർച്ച് മെത്തേഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? മനുഷ്യരുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ മാനസിക പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ ഒത്തിരി മെത്തേഡ്സുകൾ രൂപപ്പെട്ടു വന്നു, ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ സൈക്കോളജി ഡെവലപ്ഡ് സം ടെക്നിക്സ്. ദീസ് ടെക്നിക്സ് ഹെൽപ്പ് us ഫോർ അനാലിസിസ്, അസസ്മെൻറ്റ്, വെരിഫിക്കേഷൻ, എക്സ്പെരിമെൻറ്റ് ഓഫ് ബിഹേവിയർ. ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത സംഭവങ്ങൾ ടെക്നിക്ക് കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാൻ പറ്റും, എക്സ്പെരിമെൻറ്റ്, ഇങ്ങനത്തെ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പരീക്ഷിച്ചറിയാൻ പറ്റും. ദീസ് ടെക്നിക്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ യൂഷ്വലി റെഫേർഡ് ടു ആസ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി. ഈ ടെക്നിക്സിനെയും അതുപോലെ മെത്തേഡ്സിനെയും പ്രൊസീജിയേഴ്സിനെയൊക്കെയാണ് സാധാരണ മെത്തേഡ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുക, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് സൈക്കോളജി എന്ന് പറയും. ദ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് സൈക്കോളജി ആർ, നമ്മൾ വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സാണ്, ഒരു 8 മെത്തേഡ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. ഇൻട്രോസ്പെക്ഷൻ ഈസ് എ ടൂൾ യൂസ് ടു ഡിഫൈൻ ദ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. ശരിക്കും നമ്മളെക്കുറിച്ച്, നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾനോട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. ഓക്കെ, ഇതിന് സെൽഫ് ഒബ്സർവേഷൻ എന്ന് പറയും. നമ്മൾ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുന്ന പോലെ നമ്മൾ സ്വയത്തെ ഒബ്സർവ് ചെയ്യുന്നു, അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇൻ ഇൻട്രോസ്പെക്ഷൻ ദ സബ്ജക്റ്റ് ഈസ് കെയർഫുള്ളി എക്സാമിൻസ് ആൻഡ് റിപ്പോർട്ട്സ് ഹിസ് ഓർ ഹെർ മെൻ്റൽ സ്റ്റേറ്റ്സ്. എന്താണ് ഇൻട്രോസ്പെക്ഷനിൽ സംഭവിക്കുന്നത്? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരുടെയാണോ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ മേളിലാണോ നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്, റിസർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്, അവരാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഈ സബ്ജക്റ്റ് എന്ത് ചെയ്യും? കെയർഫുള്ളി എക്സാമിൻസ് ആൻഡ് റിപ്പോർട്ട്സ് ഹിസ് ഓർ ഹെർ മെൻ്റൽ സ്റ്റേറ്റ്. അവർ വളരെ കെയർഫുള്ളായിട്ട് നോക്കുന്നു. ആൻഡ് റിപ്പോർട്ട്സ്, അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? അവളുടെ അല്ലെങ്കിൽ അവൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എന്താണ്, അവൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. ഡയറക്റ്റ്ലി ബൈ യൂസിങ് വൺസ് ഓൺ മെമ്മറി. നമ്മളുടെ മെമ്മറി യൂസ് ചെയ്തിട്ട് നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ പറയുന്നു. ഇതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ആണ് റിസർച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മാനസിക നിലയും മാനസിക വ്യാപാരങ്ങളും അതുപോലെ തന്നെ ബിഹേവിയറിനെ കുറിച്ചൊക്കെ നിങ്ങൾ തന്നെ പറയുന്നു. ദാറ്റ്സ് ഓൾ. സിമ്പിൾ ടെക്നിക്കാണ്. ദ വേർഡ് ഇൻട്രോസ്പെക്ഷൻ മീൻസ് ലുക്കിംഗ് വിത്തിൻ ഓർ ലുക്കിംഗ് ഇൻ ടു ദ മൈൻഡ് ഓർ ലുക്കിംഗ് ഇൻ ടു വൺസ് ഓൺ കോൺഷ്യസ്നെസ്. ഇങ്ങനെയാണ് പറയുന്നത്. നമ്മളെ ഉള്ളിലേക്ക് നോക്കുന്നതിനെ, നമ്മളെ മനസ്സിലേക്ക് നോക്കുന്നതിനെ, അല്ലെങ്കിൽ നമ്മളെ കോൺഷ്യസ്നെസ്സെക്കുറിച്ച് പറയുന്നതിനെ, ഓക്കെ, നമ്മളുടെ അവെയറായിട്ടുള്ള അവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ പറയാം, നമ്മളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയാം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ ഒബ്സർവേഷണൽ മെത്തേഡ്സ് എന്ന് പറയും. ഒബ്സർവേഷണൽ മെത്തേഡ് ഈസ് കെയർഫുൾ ആൻഡ് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് പെർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ. മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച്, ആസ്പെക്ട്സിനെ കുറിച്ച്, വിവിധ മേഖലകളെക്കുറിച്ച്, രീതികളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. അത്രേ ഉള്ളൂ. കെയർഫുള്ളായിട്ട് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവേഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻക്ലൂഡ്സ് നോട്ടിംഗ് ഓഫ് ബിഹേവിയർ എന്താണെന്ന് നോട്ട് ചെയ്യുക, അനാലിസിസ് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കുക, വിലയിരുത്തുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക, എന്നിട്ട് അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ആൻഡ് ജനറലൈസേഷൻ എന്താണ്, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ പറയും ഇങ്ങനെയാണ് ബിഹേവിയർ, ഇങ്ങനെയാണ് കുട്ടികൾ, എങ്ങനെയാണ് ബിഹേവിയർ. അത് നമ്മൾ കണ്ടുപിടിച്ച, മനസ്സിലാക്കിയ, ഒബ്സർവ് ചെയ്ത കാര്യം ജനറലൈസ് ചെയ്യുക. നമ്മളൊരു സ്റ്റഡി നടത്തുമ്പോൾ കുറച്ച് ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് പറയുക എന്താണ്, ഇത് ഇങ്ങനെയാണ് കുട്ടികൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുട്ടികളുടെ വയലൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ കുട്ടികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഈ പ്രായത്തിൽ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഈ പ്രായത്തിൽ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. നമ്മൾ ജനറലൈസ് ചെയ്യണം, എല്ലാവർക്കും അങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഓക്കെ. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് റിസർച്ച് ഇൻ വിച്ച് ബിഹേവിയർ ഈസ് സിസ്റ്റമാറ്റിക്കലി ഒബ്സർവ്ഡ് ആൻഡ് റെക്കോർഡ്. ഈ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഈ പെരുമാറ്റങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക, സിസ്റ്റമാറ്റിക്കായിട്ട് ഒബ്സർവ് ചെയ്യുക. വെറുതെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യില്ല, അതിന് ഓരോ എന്തിനാണെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് റെക്കോർഡ്, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യും. ഓക്കെ. എന്നിട്ടത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ഉണ്ട്, പാർട്ടിസിപ്പേഷൻ ഒബ്സർവേഷൻ ഉണ്ട്, നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ. മെയിനായിട്ട് 3 ടൈപ്പാണ് പറയുന്നത്. ഓക്കെ. നാച്ചുറലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ naturalistic observation involves the study of personal behavior by observing or watching events in the natural setting.
നാച്ചുറൽ സെറ്റിങ്സിൽ നടക്കുന്ന കാര്യങ്ങൾ പോയി ഒബ്സർവ് ചെയ്യുന്നതാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ടൗണിൽ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോയിട്ട് ഒബ്സർവ് ചെയ്യാം. ആ സിറ്റുവേഷനിൽ എവിടെയാണോ അവിടെ പോയി ഒബ്സർവ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കളി നടക്കുമ്പോൾ കാണികളുടെ ബിഹേവിയർ, ഓക്കെ, അല്ലെങ്കിൽ ക്രൗഡിങ് സിറ്റുവേഷനിൽ ആൾക്കാരുടെ ബിഹേവിയർ എന്ന്, ഇതൊക്കെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ പോവുകയാണ്. ഇപ്പോൾ ക്രൗഡഡ് സിറ്റുവേഷൻ, തിരക്കുള്ള സ്ഥലങ്ങളിൽ ആളുകളുടെ പെരുമാറ്റം എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മൾ തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകണം. ഒന്നുമില്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ വല്ല ആ രീതിയിൽ തിരക്കുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ മാറി നിന്ന് ഒബ്സർവ് ചെയ്യുക. അതാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. ഒബ്സർവർ ട്രൈസ് ടു റിമൈൻ അൺസീൻ. ഒബ്സർവർ ഒരിക്കലും കാണത്തില്ല, അയാൾ മാറി നിൽക്കും. ബിഹൈൻഡ് വൺ വേ മിറർ ഓർ സോ ദാറ്റ് ദ ഒബ്സർവേഴ്സ് പ്രസൻസ് ഡസ് നോട്ട് അഫക്റ്റ് ദ ബിഹേവിയർ അണ്ടർ സ്റ്റഡി. ഒബ്സർവർ മാറി നിന്നിട്ട് ഒന്നുമില്ലെങ്കിൽ വൺ വേ മിറർ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കാണാം, തിരിച്ചിങ്ങോട്ട് കാണത്തില്ല. അതേ സ്ഥലത്ത് അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പിലൊക്കെ പോയിട്ടാണ് ഈ ഒബ്സർവർ എന്ത് ചെയ്യണത്, ഒബ്സർവ് ചെയ്യണത്. അപ്പോൾ ഒരിക്കലും അത് നമ്മളുടെ റിസർച്ചിനെ അവിടെയുള്ള ആൾക്കാർ മനസ്സിലാക്കും, ഇങ്ങനെ ഒരാളെ നമ്മളെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ നമ്മളെ കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബിഹേവിയർ ചിലപ്പം കുറച്ചുകൂടി മാറ്റാൻ ശ്രമിക്കും. നമ്മൾ ക്യാമറയുടെ മുമ്പിലും വീഡിയോയുടെ മുമ്പിലൊക്കെ അതുപോലെയല്ല നമ്മൾ ഒറിജിനലായിട്ട് ബിഹേവ് ചെയ്യണത്. നാലാൾക്കാർ കാണുമ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് ഡിഫറെൻ്റാണ്, നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ ബിഹേവ് ചെയ്യുന്നത് ഡിഫറെൻ്റാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാനാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷനിൽ ഈ ഒബ്സർവ് ചെയ്യുന്ന ആൾ മാറി നിന്ന് ഒബ്സർവ് ചെയ്യുന്ന സിറ്റുവേഷൻ. ഇപ്പോൾ നാച്ചുറൽ സെറ്റിംഗ് ആയിരിക്കും എന്നാണ് പ്രത്യേകത. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ്റെ ഒത്ത പ്രത്യേകത എന്താ വെച്ചാൽ ഒരു നാച്ചുറൽ സെറ്റിങ്ങിലായിരിക്കും അവർ എന്ത് ചെയ്യുക, ഒബ്സർവേഷൻ നടത്തുക. ഓക്കെ, ഇനി രണ്ടെണ്ണമാണ് പാർട്ടിസിപ്പൻറ്റും നോൺ പാർട്ടിസിപ്പൻറ്റും. പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റഡി ഓൾ കൈൻഡ്സ് ഓഫ് ബിഹേവിയർ ഇൻ എല്ലാ നാച്ചുറലിസ്റ്റിക് സെറ്റിങ്സിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലതൊക്കെ അങ്ങനത്തെ സെറ്റിംഗ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സോ സൈക്കോളജിസ്റ്റ് എംപ്ലോയ്സ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവ് ഇൻ സം സിറ്റുവേഷൻ. ചില സ്ഥലത്തൊക്കെ ഇദ്ദേഹം റിസർച്ച് ചെയ്യുന്ന ആളും കൂടി അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചില നമ്മൾ പറയില്ലേ നാടകം എന്നൊക്കെ രീതിയിൽ ചില സിറ്റുവേഷനിൽ നമ്മൾ പഠനം നടത്തിയിട്ടുണ്ട്. ഇൻ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ദ ഒബ്സർവർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ഹിസ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ആരെയാണോ പഠനം നടത്തുന്നത് അവരുടെ കൂടെ എന്ത് ചെയ്യും, റിസർച്ചറും അല്ലെങ്കിൽ ഒബ്സർവറും കൂടെ നിൽക്കും. ഹിയർ ദ ഒബ്സർവർ പ്ലേസ് ദ റോൾ ഓഫ് എ ബോത്ത് പാർട്ടിസിപ്പൻ്റ് ആൻഡ് എക്സ്പെർട്ട്. അയാൾ ഒരു സമയത്ത് ഒരു പാർട്ടിസിപ്പൻറ്റുമാണ്, അതേപോലെ തന്നെ എക്സ്പേർട്ടുമാണ്, ഇത് പഠനം നടത്തുന്ന ആളുമാണ്. അപ്പോൾ ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും സിറ്റുവേഷൻ. ആ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഈ ഒബ്സർവർ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിന് എന്താണോ പഠിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്നിട്ട് എന്താണ് നമ്മൾ ഈ ചില പ്രാങ്ക് വീഡിയോസൊക്കെ കാണാറുണ്ട്, ചിലപ്പോൾ ഈ ഇംഗ്ലീഷ് ചാനലിലൊക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ പണ്ട് തരികിട എന്നൊക്കെ പറഞ്ഞൊരു പ്രോഗ്രാമൊക്കെ ഉണ്ടാക്കും. അതിലൊക്കെ എന്താ സംഭവിക്കുന്നത്, ഇദ്ദേഹം കൂടി അതിലൊരു പാട്ടായിരിക്കും. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ബാഗ് പിടിച്ചോടുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് ഒബ്സർവ് ചെയ്യുകയാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ. അത് അപ്പുറത്തിരുന്നിട്ട് വേറൊരാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ. ഇയാൾ ഇതിലൊരു ഭാഗമായിട്ട് ഒബ്സർവ് ചെയ്യും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇയാൾ സൃഷ്ടിക്കുന്നു, എന്നിട്ട് അവരുടെ പ്രതികരണം എന്താണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനത്തെ വേണ്ടിയിട്ടുള്ള സ്റ്റഡിയിലൊക്കെ അങ്ങനെയാണ്. ഈ നോൺ പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ് ഡെവലപ്ഡ് ടു റെക്ടിഫൈ ദ ഡ്രോബാക്സ് ഓഫ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷനിൽ ഉള്ള എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നോൺ പാർട്ടിസിപ്പൻറ്റ്. ഈ നോൺ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ മൾട്ടിപ്പിൾ ഒബ്സർവർ ക്യാൻ ബി എംപ്ലോയ്ഡ്. ഒന്നിൽ കൂടുതൽ ഒബ്സർവേഴ്സിന് വെക്കും. ഓക്കെ, എന്നിട്ടൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, പഠിക്കും. ഇതാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റിസർച്ച് ചെയ്യുന്ന ആൾ അതിൽ ഭാഗമാവത്തില്ല. അദ്ദേഹം അതിൽ ചിലപ്പോൾ ഒരാളാണെങ്കിലും അതിനെ വേറെ ആൾക്കാരും അതിൻ്റെ കൂടെ ഒബ്സർവ് ചെയ്യാനും ഉണ്ടാവും. ഇതാണ് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.